ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയും മനുവും കൂടി നേരെ രേവതിക്കുട്ടിയുടെ വീട്ടിലെത്തി. അവിടെ ആ വീട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണോ വീട് എന്ന് മനു ചോദിക്കാം. ആ അതെ. എന്താ മനു കേട്ടോ, പരിചയം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇതൊരു ബംഗ്ലാവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം കളിയാക്കൊന്നും വേണ്ട, ബംഗ്ലാവ് തന്നെയാ എന്ന് മനു. 3 നിലയാ വീട്. അപ്പം കൈതക്കൽ മാളിക വീട് 2 നിലയിലേ ഉള്ളൂ. അപ്പം അയ്യോ, നമ്മൾ പാവങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ. എൻ്റെ പൊന്നെ, പാവങ്ങൾ, പാരമ്മ, ദരിദ്ര, പൈപ്പ് വെള്ളം കുടിച്ച് ജീവിക്കുന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് സംസാരിക്കുക. എന്തായാലും നല്ല അടിപൊളി ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിൽ വീട് പണിതതുപോലെ തോന്നുന്നു. അപ്പം ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഇറങ്ങണ്ടേന്ന് ചോദിച്ചു. ഇറങ്ങാം, വാ, സംഗതി എന്തായാലും അടിപൊളിയാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീണ്ടും വീട് കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ മനുവിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായിട്ടോ. നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെല്ലുന്നത് കാണുമ്പോൾ അവരെന്ത് വിചാരിക്കുമോ ആവോ എന്ന് അലീന അന്നേരം മനുവിനോട് ചോദിച്ചു. അപ്പം മനു ഇങ്ങനെ അലീനയെ നോക്കി. കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചേക്കും, അത് കൂടുതലൊന്നും വിചാരിക്കാനില്ലല്ലോ എന്ന് മനു അലീനയോട് പറയുക. അപ്പോൾ അലീന ഇങ്ങനെ എന്നും പറഞ്ഞൊരു ചിരിയും ഒരു നോട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ മനു എന്താണെന്ന് ചോദിച്ചു. ശരിയല്ലേ? അപ്പോൾ അലീനയാണെങ്കിൽ ഒന്ന് ചിരിച്ചു. എൻ്റെ പൊന്നോ, അവർ വിചാരിക്കാനുള്ള സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ, എന്നെ ഇനി കണ്ണുകൊണ്ട് കുത്തരുത് കേട്ടോ എന്ന് മനു പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഹലോ അലീന എന്നും പറഞ്ഞ് ഇറങ്ങി വന്നു. ഹായ് ജോസേട്ടാ, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സുഖമായിട്ട് പോകുന്നു. ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ ഇത് മനുശങ്കർ, ഞങ്ങളൊക്കെ മനുവേട്ടാന്ന് വിളിക്കും, എൻ്റെ അങ്കിളിൻ്റെ മകനാണെന്ന് പറയുമ്പം അവിടെ ഒരു അങ്കിളുണ്ടോ? ആ, അവിടെ ഒന്നല്ല 3 അങ്കിളുമാരുണ്ട്. നിങ്ങൾ പാലായി നിന്നാണോ വന്നേന്ന് ചോദിച്ചു. അപ്പോൾ ആണെന്നേ, എന്നാൽ അങ്ങ് ചെല്ലേ, രേവതി എവിടെ ഉണ്ട്, ഇന്നെങ്ങും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞ് ഇവർ അകത്തേക്ക് കയറി ചെല്ലുന്നു. അവിടെ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചു. അപ്പോഴത്തേക്കും രേവതിക്കുട്ടി വന്ന് വാതിൽ തുറന്ന വടി ചേച്ചിയെ കണ്ടതും ഓടി വന്ന് ചേച്ചി അങ്ങ് കെട്ടി അങ്ങ് പിടിച്ചു. ചേച്ചിയെന്നും പറഞ്ഞു. അപ്പോൾ ഇത് കണ്ട് മനു ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കുറേ ഉമ്മയൊക്കെ കൊടുത്തു അലീനയ്ക്ക്. എന്നിട്ട് രേവതിക്കുട്ടി അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോവാം. അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെന്നിട്ട് മാമച്ചായനെയും ഗ്രേസമ്മേനെയും വിളിക്കുക. അപ്പോൾ മനു ആണെങ്കിൽ ഇങ്ങനെ രേവതിക്കുട്ടിയോട് ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എന്താ മനുവേണ്ട, എന്താ വിശ്വാസമൊന്നും വരുന്നില്ല ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടിട്ട്? എനിക്കത്ര വിശ്വാസം പോരാ കേട്ടോ എന്ന് പറഞ്ഞു. എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോടി എന്ന് പറയുന്നു. അന്ന് വരെ ഈ വീട് എൻ്റെ ആണെന്ന് രേവതിക്കുട്ടി പറഞ്ഞു. ഓ ആണോ? ആ, ഇത്രയും ഈടുള്ള ഓണർഷിപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എന്ന് മനു പറയുമ്പോൾ വീട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു രേവതിക്കുട്ടി. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, ഭൂമധ്യരേഖയിൽ പണിത് വെച്ചിട്ട് ബംഗ്ലാവ് എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ മനു പറയുക. അല്ല, ഈ 2-3 മനുഷ്യർക്ക് ജീവിക്കാനാണ് എത്രയും വലിയ വീടെന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ ഞാൻ കല്യാണമൊക്കെ കഴിച്ച് കുറേ കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേ ഇതിനകത്ത് നിറച്ചു ആളാകുമെന്ന് രേവതിക്കുട്ടി പറയാം. അന്നേരം എടി നാണയില്ലേടി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? അവിടെ സ്നേഹനികേതനത്തിൽ വെച്ച് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന പെണ്ണാണെന്ന് അലീന അന്നേരം പറയുക. അപ്പോൾ സത്യമാ, ഈ അങ്കിളും ആൻറ്റിയും കൂടി എന്നെ നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോഴും മനു നിന്ന് ചിരിക്കും കേട്ടോ. അപ്പോൾ അവർ കേൾക്കരുത് നിൻ്റെ ഇമ്മാതിരി വർത്തമാനം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അലീന അന്നേരം പറയുക. അപ്പോഴത്തേക്കും ഞങ്ങൾ കേട്ടു എല്ലാം എന്നും പറഞ്ഞ് ഗ്രേസമ്മ വന്നു. ഇവളല്ലേ ഇതല്ല ഇതിനപ്പുറം ഇവള് പറയുമെന്ന് ഗ്രേസമ്മ പറയുക. അന്നേരം പിന്നെ അലീന ഓടി ചെന്ന് ആൻറ്റിയെ കയ്യിലൊക്കെ പിടിച്ചു. ആൻറ്റി, നമ്മളൊന്ന് ഫോർട്ട് കൊച്ച് ബീച്ചിൽ വെച്ച് കണ്ട് മറന്നു കാണുമായിരിക്കല്ലേ എന്ന് മനു ചോദിക്കും. അപ്പോൾ അവിടുന്ന് എവിടെ മറക്കാനാ, ഇവള് സമ്മതിക്കണ്ടേ ഒന്ന് മറക്കാനെന്ന് അദ്ദേഹം പറയാം. അലീന ചേച്ചി, മനുചേട്ടൻ അലീന ചേച്ചി, ഇത് തന്നെ ഉള്ളൂ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ എപ്പോഴും പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും ഇവൾക്ക് എപ്പോഴും പറയാൻ. അപ്പോൾ അങ്കിൾ എന്ത് ചെയ്യാൻ ചെയ്യുന്ന ചോദിച്ചപ്പോൾ ഷേവ് ചെയ്യട്ടെ, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഞാൻ അലീനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറയുമ്പോൾ അമ്പടാ ആഹാ കൊണ്ടുപോയിട്ടിട്ട് എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു. എനിക്ക് ഓഫീസിൽ പോകണേ, ഇൻഫോ പാർക്കിലാണ് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എടി മോളെ, നീ ചായ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു രേവതിയോട്. ഇവരിങ്ങനെ ഇവിടെ നിർത്തിയാൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പം ബാബാ ചേച്ചി വാ എന്നും പറഞ്ഞുകൊണ്ട് അലീനയും വിളിച്ചുകൊണ്ട് രേവതിക്കുട്ടി അടുക്കളയിലോട്ട് പോകുന്നു. മനു ഇങ്ങനെ തിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഒരു കാന്താരി സ്വഭാവം അവളുടെ അല്ലേന്ന് ചോദിക്കുമ്പം അമ്പോ വെറും കാന്താരിയല്ല, കാന്താരി ഉപ്പിലിട്ടതാണെന്ന് ഗ്രേസമ്മ മനുവിനോട് പറയാം. ഇരിക്കും മനു എന്നും പറഞ്ഞ് മനുവിനെ അവിടെ വിളിച്ചിരുത്തുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാമെന്നും പറഞ്ഞ് മനുവിനെ വിളിച്ച് അപ്പുറം കൊണ്ടുപോയിരുത്തി. അടുത്ത ഡൈനിങ് ടേബിളിൻ്റെ അവിടെ. അത് കഴിഞ്ഞ് മാമച്ചായനെ വിളിച്ചു. അപ്പോഴത്തേക്ക് മാമച്ചായം വന്നു. പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലായിരുന്നു, വർത്തമാനം പറയലായി. വൈജയന്തി മേഡത്തിൻ്റെ വൈജയന്തി മാലയുടെ ആക്സിഡൻറ്റ് എങ്ങനെയൊക്കെ ആയി എന്നിങ്ങനെ മാമച്ചായൻ ചോദിക്കുമ്പോൾ വൈജയന്തി മാലയോ? അല്ല, വൈജയന്തി വരെ ഉള്ളൂ അങ്കിളെ,
അതാ രേവതിക്കുട്ടി എപ്പോഴും അങ്ങനെ പറഞ്ഞേ ഞങ്ങളെയും കൂടി തെറ്റിച്ചതാണെന്ന് മാമച്ചാൻ നേരം പറഞ്ഞു. രേസമ്മ എന്നാലും ഇങ്ങനെ നോക്കുക. അത് പിന്നെ അവൾ അങ്ങനെയാ പറയത്തുള്ളൂ, അതുകൊണ്ടാ എന്നും പറഞ്ഞോണ്ട് ഗ്രേസമ്മ. അല്ല, ഇതിനിടയ്ക്ക് അലീനയെ തട്ടിക്കൊണ്ടുപോയൊരു സംഭവമൊക്കെ നടന്നല്ലേ എന്ന് മാമച്ചാൻ ഇങ്ങനെ മനുവിനോട് ചോദിക്കുമ്പം മനു ഇങ്ങനെ ഇരിക്കാം. ആ വൈജയന്തിക്ക് ആങ്ങളമാർക്കും അലീനയോട് എന്താ ഇത്ര വിരോധം? അപ്പോൾ എന്നാ ചെയ്യാനാന്നേ അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പറഞ്ഞ സ്റ്റോറി അന്നേ. ഈ മനുഷ്യന് സുഖം കൂടും തോറും അഹങ്കാരം കൂടും. നമുക്ക് ഏറ്റവും ഡിമാൻഡുള്ള കാര്യം എന്താ? അപ്പോൾ എന്താന്ന് ചോദിച്ചു മാമച്ചായൻ. അത് എനിക്ക് ദാഹിക്കുന്നു, എനിക്കൊരു ഇത്തിരി വെള്ളം തരുമോ, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നു, ഒരു നേരത്തെ ആഹാരം തരുമോ, അത് കിട്ടിയാൽ തൃപ്തിയായി അല്ലേ? അപ്പം അത് ശരിയാ, തൃപ്തിയായി എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ എന്നാൽ അതിൽ നിന്ന് തൃപ്തിയായോ? ഇല്ല. ഒരു രാജ്യം മുഴുവനും കയ്യിൽ കിട്ടിയാലും തൃപ്തിയുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ അടുത്ത രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നത്. പിന്നെ വീടും കാറും കപ്പലും വിമാനവും എല്ലാം സ്വന്തം ആയിട്ട് കയ്യിലുള്ളവന് തൃപ്തിയുണ്ടോ? അവന് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നല്ല ഭർത്താവ്, നല്ലൊരു വീട്, നല്ല കുട്ടികൾ, നല്ല ശമ്പളം, നല്ലൊരു ജീവിതം. ഭാര്യയ്ക്ക് തൃപ്തിയാവോ? ഇല്ല, അവിടെയും തൃപ്തിയാവില്ല. അപ്പം ഗ്രേസമ്മയും മാമച്ചാനും ഇങ്ങനെ നോക്കും. അങ്ങനെ മനു ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡിമാൻഡ് പിന്നെയും ബാക്കിയല്ലേന്ന് ചോദിച്ചു. അപ്പം മനു പറഞ്ഞൊക്കെ ശരിയാണെന്ന് മാമച്ചാൻ പറഞ്ഞു. അതിൻ്റെയൊക്കെ അനന്തര ഫലങ്ങളാണ് നമ്മളീ കാണുന്ന സകല പ്രശ്നങ്ങളും. അത്രയേ ഉള്ളൂ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും രേവതിക്കുട്ടിയും അലീനയും ചായയും കഴിക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് വന്നു. എന്താ എവിടെ ഇരുന്ന് എൻ്റെ അങ്കിളിൻ്റെ ആൻറ്റിയും ബോറടിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ നിൻ്റെ കാര്യം സംസാരിക്കുമായിരുന്നു എന്ന് രേവതിക്കുട്ടിയോട് പറഞ്ഞു. അങ്കിളും ആൻറ്റിയും വിചാരിച്ച് കാണും ഇവൻ എവിടുന്ന് വരുന്നല്ലേ. അയ്യോ, മനു പറഞ്ഞതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു. മനുവേണ്ണൻ എന്താ പറഞ്ഞതെന്ന് കേട്ടില്ലല്ലോ എന്ന് അലീന പറഞ്ഞു. പ്രത്യേകിച്ചൊന്നുമില്ല, കൊല്ലപ്പള്ളിയിലും കടപ്പാട്ടൂരും നടക്കുന്ന കാര്യങ്ങൾ ഇലയ്ക്കും മുള്ളിനും കേടില്ല എന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മനുഷ്യേട്ടാ ചായ പിടിച്ചേക്കണേ, തണുപ്പിച്ച് കളയരുത് കേട്ടോ എന്ന് പറയുമ്പം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ബാലചന്ദ്രനും വൈജയന്തിയുടെ ആങ്ങളമാരും എല്ലാവരും അലീനയുടെ പക്ഷത്തായില്ലേ എന്ന് മാമച്ചായൻ ചോദിക്കുന്നു. ബാലചന്ദ്രൻ അലീനയുടെ അച്ഛനുമായി. അതോടെ അലീന രക്ഷപ്പെട്ടില്ലേ എന്ന് മാമച്ചായൻ ചോദിക്കുമ്പം അലീന ഇങ്ങനെ നിന്ന് അങ്ങോട്ട് ഉരുകുവാണ്. അന്നേരം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആള് മുഖ്യ ശത്രുവായിട്ട് തുടരുകയാണ് എന്ന് പറഞ്ഞു മനു. അപ്പോൾ വൈജന്തിമാല അവർക്ക് ഇനിയും മതിയായില്ലേ എന്ന് രേവതിക്കുട്ടി ചോദിച്ചു. ഇതുപോലൊരു തോൽവി ഈ ലോകത്ത് വരെ കാണത്തില്ല എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ എടി അധിക പ്രസംഗി നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ ദേഷ്യപ്പെട്ടു. എനിക്ക് എന്നാണോ വൈജന്തിമാലയുടെ കാര്യം കേൾക്കുമ്പോഴേ ദേഹത്തൊക്കെ ചൊറിയുമ്പോഴും തൊട്ടതുപോലെ ചൊറിച്ചിലാണെന്ന് നമ്മുടെ രേവതിക്കുട്ടി പറയൂ കേട്ടോ. എടി എന്നും പറഞ്ഞുകൊണ്ട് അലീന അന്നേരം ഒരു പിച്ചും വെച്ചു കൊടുത്തു. അലീന, നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇവളെ ഉണ്ടല്ലോ, ഇവളെ തിരക്കി കിളിമാനൂരിൽ നിന്നൊരാൾ വന്നായിരുന്നു എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞിടത്തോളം കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ അയാൾ ഇവളുടെ അപ്പൂപ്പനായിട്ട് വരുമെന്ന് പറഞ്ഞു. ഗ്രാൻഡ് ഫാദർ. എന്താ ഈ പറയുന്നേ, ഉള്ളതാണോ എന്ന് അലീന ചോദിക്കുമ്പം അയാൾ പറഞ്ഞ കഥയൊക്കെ കേട്ടിട്ട് ഏറെക്കുറെ അതൊക്കെ സത്യമാണെന്ന് മാമച്ചായം പറയാം. അപ്പോഴത്തേക്കും അലീനയ്ക്കും ടെൻഷനായി. ഇവരുടെ അപ്പനുണ്ട് ജീവനോടെ, പിന്നെ ക്യാൻസറായിട്ട് കിടക്കുകയാണെന്ന കാര്യം പറഞ്ഞു. അത് കേട്ട് മനു അന്തം വിട്ടു. എന്നിട്ട് പോയി കണ്ടില്ലേന്ന് ചോദിക്കുമ്പം ഞങ്ങൾ പോയി കണ്ടെന്നേ, അതല്ലേ നിന്നോട് പറഞ്ഞേ, കേട്ടെടുത്തോളം അതെല്ലാം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവൾക്കാണെങ്കിൽ പക്ഷെ അവരെ അത്രയ്ക്ക് അങ്ങ് പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഗ്രേസമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു മനു ഇങ്ങനെ നോക്കൂ കേട്ടോ. ആണോടി എന്ന് അലീന ചോദിച്ചു. അപ്പോൾ എന്നെ അമ്മയെ ഉപേക്ഷിച്ച കൂട്ടരല്ലേ, അപ്പോൾ എൻ്റെ അമ്മ സൂയിസൈഡ് ചെയ്തത് അവർ കാരണമല്ലേ എന്നൊക്കെ ചോദിക്കാം. എന്നിട്ടിപ്പോൾ മരിക്കാൻ നേരത്തെ ഒരു സ്നേഹം കൊണ്ട് വന്നിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഇവളെ അങ്ങോട്ട് കൊണ്ടുപോകാനും ഒട്ടും മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അയാളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എന്തായാലും അവള് പോയിട്ട് അവിടെ നിന്നില്ല എന്നിങ്ങനെ പറയുക. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല എന്നും അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി പറയുമ്പോൾ നിനക്ക് പോകണമെങ്കിൽ അങ്ങ് പോയിക്കോ, നന്ദിയില്ലാത്തൊരു പെങ്കൊച്ചിനെ ഞങ്ങൾ മോളെ പോലെ നോക്കിയതെന്ന് ഓർത്ത് നിങ്ങൾ സമാധാനിച്ചോളാം എന്നിങ്ങനെ ഗ്രേസമ്മ പറയുമ്പോൾ അടിപൊളിയെന്ന് നമ്മുടെ മനു. അപ്പോൾ നമ്മുടെ അലീനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തല്ലിക്കൊന്നപ്പോൾ ഞാൻ പോകത്തില്ലേ ചേച്ചി എന്ന് പറയൂ കേട്ടോ. അങ്ങനെ ചേച്ചിയും അനിതക്കുട്ടിയും കൂടെ ഒക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അതിനുശേഷം അലീനയും മനുവിനെയും വിളിച്ചുകൊണ്ട് പോയി മുറിയൊക്കെ കാണിച്ചു കൊടുക്കുക രേവതിക്കുട്ടി. അപ്പോൾ ഈ മുറിയുടെ ഓണർ നീയാണോ? അതെ, ഞാൻ തന്നെയാണ്. താഴെയുള്ള 2 ആത്മാക്കൾ ഗെറ്റ് ഔട്ട് അടിക്കുന്നത് വരെ ഞാനാണെന്ന് രേവതിക്കുട്ടി. അവർ ഗെറ്റ് ഔട്ട് അടിച്ചാൽ ഞാൻ പിന്നെ പിച്ചക്കാരിയാണ് കേട്ടോ എന്ന് രേവതിക്കുട്ടി പറയാം. അപ്പോൾ ആ ബോധം നിനക്കുണ്ടല്ലോ അല്ലേ? അപ്പോൾ പിന്നെ എനിക്ക് ആരും ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട. പിന്നെ എന്നെ ഒരാൾ തിരക്കി വന്ന കാര്യം ആൻറ്റി പറഞ്ഞത് കേട്ടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം നീ എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ പോലും അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ. ആരൊക്കെയാ വന്നേ? ആരെ കാണാനാ നീ പോയേ? അപ്പോൾ
എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് രേവതിക്കുട്ടി പറയാം. എന്നോടെന്തിനാണ് ഇഷ്ടക്കേടെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നോ, ചേച്ചിയോടല്ലെന്നേ, അവിടുന്ന് തിരക്കി വന്ന ആളോട്. നീ ഒന്ന് വിവരം പറഞ്ഞു, ശരിക്കും ആരാ നിന്നെ അന്വേഷിച്ച് വന്നതെന്ന് ചോദിക്കും. എനിക്കങ്ങും അറിയാൻ പാടില്ല, ഒരു അപ്പൂപ്പനാ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കൊഞ്ചത് കാര്യം പറ പെണ്ണേ, ആരാ വന്നതെന്ന് അലീന ചോദിക്കുമ്പം, എൻ്റെ മുത്തച്ഛനാണെന്നാ പറഞ്ഞേ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല എന്ന് രേവതിക്കുട്ടി അന്നേരം പറഞ്ഞു. വിശദമായിട്ട് പറയുന്നേ, ശരിക്കും മുത്തച്ഛൻ തന്നെയാണോ വന്നതെന്ന് മനു ചോദിക്കുമ്പം, അതേന്നാ തോന്നണേന്ന് പറഞ്ഞു. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം രേവതിക്കുട്ടി ഇവരോട് 2 പേരോടും പറയുക. എന്നിട്ട് പിന്നെ അച്ഛൻ ടാറ്റ കൊടുത്തൊക്കെ പറഞ്ഞു വിട്ട കാര്യം, അവിടെ രോഗിയായിട്ട് കിടന്നത് എൻ്റെ അച്ഛനായിരുന്നു എന്നാ പറഞ്ഞതെന്ന് രേവതിക്കുട്ടി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതറിഞ്ഞിട്ടും നിനക്കൊന്നും തോന്നിയില്ലേ എന്നിങ്ങനെ അലീന അന്നേരം ചോദിച്ചു. അപ്പോൾ എനിക്കെന്നാ തോന്നാനാ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല, കാണണ്ടായിരുന്നു എന്നാ തോന്നിയതെന്ന് രേവതിക്കുട്ടി പറയൂ കേട്ടോ. അത് കേട്ടപ്പം മനുവേട്ട ഒന്ന് പറഞ്ഞു കൊടുക്ക്, ഇവൾക്ക് ഇത്രയ്ക്ക് ബോധമില്ലാണ്ടായോ എന്നും ചോദിച്ചുകൊണ്ട് അലീന ഇങ്ങനെ പറയുമ്പോൾ മനു രേവതിക്കുട്ടിയോടിരുന്ന് സംസാരിക്കുക. എടി മോളെ, ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മൾ ജനിക്കാനും ജീവിക്കാനും കാരണക്കാരായ ചില മനുഷ്യരുണ്ട്. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, പിതാമഹൻ, പൂർവ്വ പിതാക്കന്മാര്, അങ്ങനെയൊക്കെ. നമ്മുടെ ശരീരവും ജീവനും അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന കാര്യം മനു പറയാം. ബാക്കിയെല്ലാം നമുക്ക് വില കൊടുത്ത് വാങ്ങാം. ഞാൻ പറഞ്ഞ ആളുകളെ എത്ര വില കൊടുത്താലും കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ അലീന ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. എൻ്റെ മുന്നിലുണ്ടല്ലോ ഉദാഹരണം അലീന. അമ്മയില്ലാഞ്ഞിട്ടാണോ? അമ്മയ്ക്ക് വേണ്ടല്ലോ. അപ്പോൾ മനു ഇങ്ങനെ അലീനയും രേവതിക്കുട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അങ്ങോട്ട് തേടി ചെന്നപ്പം പിശാചിനെ പോലെ ദേഷ്യവും വെറുപ്പുമല്ലേ കാണിച്ചത്, ആട്ടി ഓടിക്കുകയല്ലേ ചെയ്തത്. അച്ഛനമ്മമാരുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടത്തില്ല മോളെ എന്ന് അലീന അന്നേരം രേവതിക്കുട്ടിയോട് പറഞ്ഞു. എനിക്ക് കിട്ടിയില്ല, അതുപോലെ നിനക്കൊരു അച്ഛനും മുത്തശ്ശനും ഉണ്ടെങ്കിൽ നീ അത് വില കുറച്ച് കാണരുത് എന്ന് അലീന പറഞ്ഞു കൊടുക്കുക. അവരുടെ സ്നേഹത്തിനും അനുഗ്രഹത്തിനും വലിയ വിലയുണ്ട് എന്ന് അലീന പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്നാലും പിന്നെ എന്നെ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞ ആളല്ലേ ചേച്ചി? അതുകൊണ്ടല്ലേ എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തേ? ഞാൻ അനാഥയായതും അതുകൊണ്ടല്ലേ ചേച്ചി? അപ്പോൾ അത് കേട്ടപ്പോൾ ആ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ മോളെ. ഏകദേശ രൂപം മാത്രമല്ലേ നമുക്കറിയുള്ളൂ. അത് എല്ലാം ശരിയാകണമെന്നൊരു നിർബന്ധം ഇല്ല മോളെ. തെറ്റുകുറ്റങ്ങളില്ലാത്ത ആരുമില്ല എന്നുള്ളത് നീ ഓർക്കണം എന്ന് അലീന പറഞ്ഞു കൊടുക്കുക. പിന്നെ നമുക്ക് ആരെയും വിലയിരുത്താനും വിധിക്കാനും ഒന്നും അവകാശമില്ല. മനസ്സിലായോ? ഓരോരുത്തരും ഓരോ കാലത്തും ഓരോരോ പ്രവർത്തികൾ ചെയ്യുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഇല്ലേ മനുവേട്ട, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പം അതങ്ങനെയാണെന്ന് മനു അന്നേരം അലീനോട് പറയുന്നു. അവരിങ്ങോട്ട് തേടി വന്നതല്ലേ രേവതിക്കുട്ടി? അതിന് പിറകിൽ എന്തുമാത്രം അന്വേഷണമൊക്കെ നടത്തി കാണും അവർ. നീ അതെന്താ ചിന്തിക്കാത്തതെന്ന് മനു ചോദിക്കുക. എന്തുമാത്രം ആഗ്രഹിച്ചായിരിക്കും അവർ നിന്നെ ഒന്ന് കാണാൻ ഓടി വന്നത്? കണ്ടപ്പോൾ എന്തുമാത്രം അവർ സന്തോഷിച്ചിട്ടുണ്ടാവും. ഒന്നോർത്ത് നോക്കിക്കേ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു ഇങ്ങനെ രേവതിക്കുട്ടിയെ സമാധാനിപ്പിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ അലീനയും മനുവും കൂടി പറഞ്ഞ് രേവതിക്കുട്ടിയുടെ ഉള്ളിൽ അവരെ പറ്റിയുള്ള നല്ല ചിത്രങ്ങൾ പതിപ്പിച്ച് കൊടുക്കുകയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ പ്രായത്തിൽ ഇവിടെ വന്ന് നിന്നെ കണ്ടപ്പോൾ എന്താ ഒരു സന്തോഷം അവർക്ക്. എന്ത് സന്തോഷം തോന്നി കാണുമോ മനുഷ്യന്? നീ എന്താ അത് ചിന്തിക്കാത്തതെന്നൊക്കെ അലീന ചോദിക്കുക. അപ്പോൾ ആ ഒരു സെക്കൻഡിൽ നടന്ന കാര്യങ്ങൾ, അതായത് മുത്തശ്ശന് രേവതിക്കുട്ടിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്ന കാര്യങ്ങൾ രേവതിക്കുട്ടി ആ ഒരു സമയത്ത് ആലോചിച്ചു. ആ മനുഷ്യനെ കിളവനെന്ന് വിളിച്ച് നീ നിസ്സാരക്കാരനാക്കല്ലേ മോളെ, എനിക്കും ഉണ്ടായിരുന്നു ഒരു മുത്തശ്ശനെന്ന് മനു രേവതിക്കുട്ടിയോട് പറയാം. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. രേവതിക്കുട്ടി ഭയങ്കര കരച്ചിൽ മനു തൻ്റെ മുത്തശ്ശനെ പറ്റി പറയുന്നതൊക്കെ കേട്ടപ്പോൾ. ഇനി അദ്ദേഹത്തെ കാണുമ്പോഴേ മുത്തശ്ശ എന്നൊന്ന് വിളിക്കണം കേട്ടോ എന്നിങ്ങനെ രേവതിക്കുട്ടിയോട് അലീന പറയുന്നു. അപ്പോൾ സങ്കടത്തോടു കൂടി അലീനയെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിൽ. സോറി മനുവേട്ടാ, ഞാനോർത്തു എനിക്ക് എന്നൊക്കെ പറഞ്ഞ് കരയുക. എൻ്റെ അമ്മയെ പറ്റി ആലോചിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ അലീന അനിയത്തിക്കുട്ടിയെ സമാധാനിപ്പിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി പതുക്കെ ആരും കാണാതെ ബബിത റൂം കാമുകന് തുറന്നു കൊടുക്കാൻ ഇറങ്ങി വരുവാണ്. അച്ഛൻ മുകളിലത്തെ റൂമിൽ, ആങ്ങള താഴത്തെ മുറിയിൽ, അലീന അവിടെ ഇല്ല. കിട്ടിയ അവസരം നന്നായി പാഴാക്കാതെ എല്ലാം വേണ്ടുന്ന രീതിയിലെല്ലാം കൈകാര്യം ചെയ്യുന്ന ബബിതയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.